വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നീതിമാന്റെ പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. യാക്കോബ് 5:16 എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ പ്രാർത്ഥന തീഷ്ണതയോടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഒരു നീതിമാൻ യാദർച്ഛികമായി പ്രാർത്ഥിക്കുന്നില്ല. അവൻ ആവേശത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും പ്രാർത്ഥിക്കുന്നു. ഉത്തരം ലഭിക്കുന്നതുവരെ അവൻ പ്രാർത്ഥനയിൽ മല്ലിടുന്നു. യാക്കോബ് 5 3 നീതിമാന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ നാം കാണുന്നു. 6 നീതിമാനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 11 ഇയ്യോബിനെ നീതിമാനായി പരാമർശിക്കുന്നു. 17 എലിയാവിനെ നീതിമാനാണെന്ന് പരാമർശിക്കുന്നു. മൂവരും പ്രാർത്ഥനയിൽ ശക്തരായിരുന്നു. നമുക്ക് മാതൃകകളായി വർത്തിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ സൗഖ്യം പ്രാപിക്കേണ്ടതിന് പരസ്പരം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരസ്പരം പ്രാർത്ഥിക്കുക. നീതിമാന്റെ ഫലപ്രദവും തീക്ഷ്ണവുമായ പ്രാർത്ഥന വളരെ ഫലപ്രദമാണെന്ന്. അത്തരം പ്രാർത്ഥനയിലൂടെ രോഗികൾ സുഖം പ്രാപിക്കുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവം ദുരിതബാധിതരെ ഉയർപ്പിക്കുന്നു. ഏലിയാവ് നമ്മുടേതുപോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. ആകാശം മഴ പെയ്യിച്ചു. ഭൂമി അതിന്റെ ഫലം പുറപ്പെടുവിച്ചു. ഇത് യാക്കോബ് 5:17-18 നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ പ്രാർത്ഥനയും നീതിമാന്മാരുടെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം ഇത് കാണിക്കുന്നു. സാധാരണ ആളുകൾക്ക് പതിവായി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിലും നീതിമാന്മാർ ആഴമായ ഉദ്ദേശത്തോടെയും അചഞ്ചലമായ സ്ഥിരോത്സാഹത്തോടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതുവരെ ആത്മീയ തീവ്രതയോടെയും പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ മധ്യസ്ഥത വഹിക്കാൻ നീതിമാന്മാർക്ക് മാത്രമേ കഴിയൂ. ഇയ്യോബ് നീതിമാനായിരുന്നതിനാൽ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ നഷ്ടങ്ങൾ കർത്താവ് പുനഃസ്ഥാപിച്ചു. തീർച്ചയായും കർത്താവിന് ഇയ്യോബിന് മുൻപുണ്ടായിരുന്നതിന്റെ ഇരട്ടി കൊടുത്തു. ഇത് ഇയ്യോബ് 42:10 നമുക്ക് കാണാൻ സാധിക്കും. നീതിമാന്മാർ നിസ്വാർത്ഥരാണ്. അവരുടെ പ്രാർത്ഥനകൾ തങ്ങൾക്കും അവരുടെ ഇണയ്ക്കും കുട്ടികൾക്കും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. അവർ ഇടിവിൽ നിൽക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തുന്നതിലൂടെ ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്യുന്നത് എന്നിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പ്രഖ്യാപിച്ച ശമൂവേലിനെ നോക്കുക. ഇതൊന്ന് ശമൂവേൽ 12:23 നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തു. അതിനാൽ യേശുവിന്റെ രക്തത്തിൽ കഴുകപ്പെടുകയും നീതിമാനാക്കപ്പെടുകയും ധൈര്യത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. പാപമോ കയ്പോ നീരസമോ നിങ്ങളെ തടയാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുക മാത്രമല്ല, ദൈവസന്നിധിയിൽ നമ്മെ നീതിമാന്മാരായി സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 കൊരിന്ത്യർ 15:19 നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 74, 75, 76 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 9 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.